തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷ സമാപനത്തിന്റെ ഭാഗമായി തോമാപുരത്ത് വെച്ച് നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഭാഗമായ ദിവ്യകാരുണ്യ കൺവെൻഷൻ പ്രശസ്ത ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ ഡാനിയൽ പൂവത്തിങ്കൽ അച്ഛൻ നയിക്കുന്നു. ദിവ്യകാരുണ്യ കൺവെൻഷന്റെ 1-ാം ദിവസത്തിലേക്ക്. മിണ്ടുന്ന ദൈവം, മ്യൂട്ട് ഡം ഗോഡ്സ്, ഊമരും മൂകരും സംസാരശേഷി ഇല്ലാത്തവരുമായ വിഗ്രഹങ്ങളെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം പറയുന്നത് അവരെ കുറിച്ചാണ്. ഒന്നും മിണ്ടാത്ത ദൈവം. അവർക്കിടയിൽ ഇസ്രായേലിന് യഹോവയായൊരു ദൈവം, സംസാരിക്കുന്ന ദൈവം, ഇടപെടുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൈവം, മനുഷ്യനോട് ഉരിയാടുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ആ ജീവനുള്ള ദൈവത്തെ അനുഭവിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. ഒരു നിമിഷം കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉയർത്തി ഹൃദയം തുറന്ന് ഹൃദയം നൊന്ത് ഒരു 10 പേര് നമ്മുടെ സ്വരം കേട്ടോട്ടെ. ശക്തമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പെന്തക്കോസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവരിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാതിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്നാൽ അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഇസ്രായേലിന്റെ പ്രകാശഭംഗിയായും അവന്റെ പരിശുദ്ധ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും കത്തിച്ച് ചാമ്പലാക്കും. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലത് ഭാഗത്തുണ്ട്. അതിനാൽ നിന്റെ പീഡകരുടെ കാലിടർ. അവർ നിന്റെ മേൽ വിജയം ഭരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. സൈന്യങ്ങളുടെ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് ഞാൻ കാവൽ നൽകും. ഒരു മർദ്ദകന് പോലെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കും. ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും. ഞാൻ അതിന് ചുറ്റും അതിന്റെ മഹത്വമായിരിക്കും. ഇസ്രായേലിന്റെ ദൈവം, സൈന്യങ്ങളുടെ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ്. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഈശോയെ, ഉയർത്തി കൈയടിച്ച് പറഞ്ഞുതരാം, ആവർത്തിക്കുക. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അപ്പൊ ഓരോന്നായിട്ട് ചെയ്യാം. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, മുഴക്കൂ. അടുത്തത് ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ.
മുഴക്കൂ. അതാണ് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞിട്ട് കൈയടിക്കണം. അതാണ് നമുക്കറിയാവുന്ന ആഹ്ലാദാനവും അതാണ്. ഓക്കെ, എന്നാ ചെയ്താലോ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ഓക്കെ, സങ്കീർത്തനങ്ങൾ 47:1. വണ്ടർഫുൾ. ഹല്ലേലൂയ. ഇപ്പൊ 2 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്തോത്രാഴ്ച എടുത്താലോ? ഹല്ലേലൂയ. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ്? God is good all the time. അത് ഇങ്ങനല്ല. സങ്കീർത്തനങ്ങൾ 47:1. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശക്തമായ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി നമ്മെ തന്നെ നമ്മൾ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു, ഒരുങ്ങി വലിയ ദൈവകൃപ നമ്മൾ പ്രാപിക്കുകയാണ് എന്ന് അഭിയന്റെ പിതാവ് പറഞ്ഞത് ആശംസയല്ല, പ്രവചനമാണ്, സത്യമാണ്. അത് നടക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ആയിരിക്കാം. നമ്മൾ ദൈവവചനത്തെ ഏറ്റവും ആദരവോടെ സമീപിക്കുമ്പോഴാണ് കർത്താവ് വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിറവേറുന്നത് കാണാൻ നമ്മളെ സഹായിക്കുന്നത്. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.